അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നത് ചങ്ങലമ്പരണ്ട ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ്. നമുക്ക് ആവശ്യമായ ചങ്ങലമ്പരണ്ട നമ്മൾ ഒടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തേങ്ങയ്ക്ക് ഉള്ള ചമ്മന്തിയാണ് ആക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ പറഞ്ഞു തരാൻ പാകം. നമുക്ക് ആദ്യമേ ചെയ്യേണ്ട ചങ്ങലമ്പരൻ്റെ 4 ഭാഗം മൂലയും ചെത്തിക്കളയണം. അതിനുശേഷം അതിനെ തൊലി ചെത്തിക്കളഞ്ഞ് നമുക്കിതുപോലെ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കൈ ചൊറിയാണ്ടിരിക്കാൻ നമ്മൾ മാക്സിമം ഗ്ലൗസ് തന്നെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത്. നമുക്ക് കുറേ ചെത്താനുണ്ടല്ലോ. നമ്മൾ വട്ടം മുറിക്കുന്നവരല്ല, തൊലി എത്തുമ്പോൾ നല്ലോണം ചൊറിച്ചിൽ പിടിക്കും. അതുകൊണ്ട് നമുക്കങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള ആയിട്ടുണ്ട്. നമുക്ക് ഒരു പിടി ഇത്രയും ചെത്തിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ ചങ്ങലമ്പരണ്ട വറുത്തെടുക്കുകയാണ്. അതിനെ പാകം ഏകദേശം പറയാം. നമുക്ക് ഏകദേശം വാങ്ങാനായിട്ടുണ്ട്. അതിന് ചങ്ങലമ്പരണ്ട ഏകദേശം പാകമായി. നമുക്കത് വാങ്ങിയേക്കാം. നമുക്ക് മുളക്, കൊമ്പൻ മുളകാണ്. കൊമ്പൻ മുളക് ഞാനൊരു 20 എണ്ണം ഇട്ടിട്ടുണ്ട്, 20 എണ്ണം. അത് വറുത്ത് കഴിഞ്ഞു. ഇത് നമുക്ക് ഇഞ്ചി ഒരു 2-3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ട് ഒരു 3-4 എടുത്തു, ചെറുതായിട്ട് പീസാക്കിയിട്ടേക്കാണ്. ഇനി അത് നമുക്ക് മൂപ്പാക്കി എടുക്കണം. അപ്പോൾ അതും വാങ്ങി വെച്ചു. ഇനി നമുക്ക് ഒരു തേങ്ങ മുഴുവനായി ചിരണ്ടിയതുണ്ട്. അത് നമുക്ക് അറിയാമല്ലോ, തേങ്ങയുടെ മൂപ്പറിയാമല്ലോ. അപ്പം ആ പാകം വാങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിന് വാളംപുളിയുടെ ആവശ്യമുണ്ട്. വാളംപുളി വേണം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. അപ്പം ഞാനിതിനകത്ത് വാളംപുളി ചേർക്കാൻ വേണ്ടി പോകുന്നത്, ഇത് കുരുവെല്ലാം കളഞ്ഞതാണ്. ഇതിൻ്റെ പകുതിയാണ് ചേർക്കുന്നത്. പകുതി ആവശ്യമില്ല, സ്പൂണ് കോരി എടുത്തപ്പം പകുതിയോടായിപ്പോയി. ഇതിപ്പോൾ കിടക്കട്ടെ. തേങ്ങ ശേഷം പാകമായി, അതുകൊണ്ടാണ് പുളി അതിന് മുകളിലോട്ട് ഇട്ടത്. പുളിയും കൂടി ചൂടാക്കി കിട്ടണം. ഇനി അല്പം ഉപ്പ് പൊടി ഇടാം. നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. കണ്ടമാനായി പോയി കഴിഞ്ഞാൽ കയ്പ്പായി പോകും. ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് ശരിക്കും ഇളക്കിയെടുക്കാം, മിക്സാക്കി എടുക്കണം. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പിടിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് അങ്ങനെ കാണിക്കാത്തത്. ഏകദേശം ചൂടായി നല്ല പാകമായി വന്നിട്ടുണ്ട്. പുളിയുടെ ആ ഒരു ഇതൊക്കെ മാറി ആ തേങ്ങയോട് ചേരുന്നൊരു പാകമാണ്, അതാണ് പാകം. അതായി കഴിഞ്ഞാൽ അത് നമുക്ക് വാങ്ങി വെക്കാം. ഇപ്പോൾ ചങ്ങലമ്പരൻ്റെ ചമ്മന്തിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം കറിവേപ്പില എന്തായാലും വേണം. അത് ഞാൻ ഒരു പിടി എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി. അത് ഞാൻ ചെറുതായിട്ട് ചൂടായാൽ മതി. ചൂടാക്കി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അടിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മല്ലിയാണ്. മല്ലി നമുക്ക് ഒരു നുള്ളു മതി, ഒരു 1.5 സ്പൂൺ മതി. അത് എൻ്റെ പാകമല്ലാതെ ചെറുതായി ജസ്റ്റ് ചൂടായാൽ മതി. ചൂടായ ഒരു 8-10 കുരുമുളക് കൂടി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ചൂടായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെച്ചാൽ ഇതൊക്കെ മൊത്തം ഒന്ന് അരയ്ക്കാം. ആദ്യം നമുക്ക് കൊമ്പൻ മുളക് ഒന്ന് പൊടിച്ചെടുക്കാം. ഓരോ ബുദ്ധിമുട്ടുള്ളതൊക്കെ ആദ്യം ചെറുതായിട്ട് പൊടിച്ചിട്ട് ലാസ്റ്റ് ഒന്നിച്ചിട്ട് അടിച്ചാൽ നമുക്ക് എടുക്കാം. അപ്പോൾ കൊമ്പൻ മുളക് നമ്മൾ പൊടിച്ചു. ഇനി നമുക്ക് വേണ്ടത് മല്ലി, അതുപോലെ തന്നെ കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം ഒന്നിച്ചിട്ടൊന്ന് അടിക്കാം. അതിനുശേഷം നമുക്ക് ചങ്ങലമ്പരണ്ട തേങ്ങയോട് ഇട്ട് പൊടിച്ചെടുക്കാം.
അപ്പോൾ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചങ്ങലം വരണ്ട ആവശ്യമായ ഇട്ട് പൊടിക്കാൻ വേണ്ടി പോവാണ്. ആദ്യം ചങ്ങലം വരണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് മിക്സ് ആക്കാം. തേങ്ങയിലാണ് നമ്മൾ പുളി ഉപ്പൊക്കെ ഉള്ളത്. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് പിന്നെ ഒന്ന് അടിക്കണം, എന്നാലേ ശരിക്കും മിക്സ് ആവുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം എങ്ങനെയാണ് ആയെന്ന്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് അടിച്ചെടുത്തു. ഇപ്പോൾ നമ്മുടെ ചങ്ങലമ്മൻ്റെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിന് ഔഷധങ്ങൾ ഒരുപാടുണ്ട്, ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചങ്ങലമ്മൻ്റെ ചമ്മന്തിയുടെ ഗുണം ഒന്നുകൂടി ഞാൻ പറയാം. ഈ ചങ്ങലമ്മൻ്റെ ചമ്മന്തിപ്പൊടി കഴിച്ച് കഴിഞ്ഞാൽ കാലിലെ മസിൽ വലിച്ചു കൂട്ടൽ, വിറ്റാമിൻ ഡിയുടെ കുറവ്, അതുപോലെ തന്നെ നമുക്ക് തലയിലുണ്ടാകുന്ന താരനൊക്കെ മാറാനും മുഖത്തുണ്ടാകുന്ന വിളർച്ച മാറിക്കിട്ടാനൊക്കെ നമുക്ക് സഹായിക്കും. അപ്പോൾ ഞാൻ ചങ്ങലമ്മൻ്റെ ചമ്മന്തിയുടെ കൂട്ട് ഒന്നുകൂടെ പറഞ്ഞു തരാം. ചങ്ങലമ്മണ്ട നമ്മൾ ചെത്തി ഒരുക്കിയത് നമുക്ക് ഒരു കൈ ഇല്ലെങ്കിൽ ഒരു 300 ഗ്രാം, ഏകദേശം 300 ഗ്രാം എടുക്കുക. അതുപോലെ വാളംപുളി 1 സ്പൂണ്, കുരുവെല്ലാം കളഞ്ഞതാണ്. പിന്നെ വേണ്ടത് മല്ലി ഒരു 1.5 സ്പൂണ്, പിന്നെ ഒരു 10-20 കൊമ്പൻമുളക്, പിന്നെ തേങ്ങ ഒരു മുഴുവൻ തേങ്ങ, അതുപോലെ തന്നെ വേണ്ടത് കരിവേപ്പില ഒരു പിടി വേണം. പിന്നെ വെളുത്തുള്ളി ഒരു 2-3 അല്ലി, പിന്നെ ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം മതി. അപ്പോൾ ഇതെല്ലാം ചെറുതായി പീസാക്കി ഇതെല്ലാം നമ്മൾ പാകത്തിനെടുക്കണം. നമ്മൾ വറുത്തെടുക്കുക. എണ്ണയിലാണെങ്കിലും കുഴപ്പമില്ല, അല്ലാതെ വറക്കാൻ പറ്റുന്ന അല്ലാണ്ട് വറുത്താലും കുഴപ്പമില്ല. എണ്ണ ചേർക്കാണ്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം കൂടെ നീണ്ട് ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ടി വരും, അല്ലെങ്കിൽ മോശമായി പോകും. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിനകത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, നിങ്ങൾ ചങ്ങലമ്മൻ്റെ ചമ്മന്തി ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ 15 ദിവസം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ 30 ദിവസത്തിന് ശേഷം മാത്രമേ വീണ്ടും 15 ദിവസം കഴിക്കാം. അങ്ങനെ തുടർന്ന് പോകാം, കുഴപ്പമില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗർഭിണിയായ പെണ്ണുങ്ങൾ കഴിക്കാൻ പാടില്ല, അത് ബുദ്ധിമുട്ടാകും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. ചങ്ങലമ്മൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങൾ കിട്ടും. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ ഇതുപോലെ പരിശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.